ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, ഫെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് പത്മനാഭൻ. പ്രധാന വാർത്തകൾ. ആത്മഹത്യാശ്രമത്തിനിടെ വീണ് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചത് മഞ്ഞക്കാല IGM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി വിതിൻ കൃഷ്ണൻ. പുനലൂർ KSRTC സ്റ്റാൻഡിലെ അനധികൃത വാഹന പാർക്കിംഗ് അപകടമുണ്ടാക്കുന്നു. പുനലൂർ സാംസ്കാരിക സമിതിയും DYFIയും പ്രതിഷേധവുമായി രംഗത്ത്. BJP കരവാളൂർ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് അക്രമവിരുദ്ധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. ആത്മഹത്യാ ശ്രമത്തിനിടെ വീണ് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. മഞ്ഞക്കാല IGM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി വിതിൻ കൃഷ്ണനാണ് മരിച്ചത്. പത്തനാപുരം മഞ്ഞക്കാല ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ BHSC 2ാം വർഷ ഇലക്ട്രിക് വിഭാഗം വിദ്യാർത്ഥി കുന്നിക്കോട് പറയങ്കോട് നിതിൻ ഭവനിൽ വിക്രമന്റെ മകൻ വിതിൻ കൃഷ്ണനാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. സ്കൂളിലെത്തിയ വിദ്യാർത്ഥി 3 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു. ശബ്ദം കേട്ട് സഹപാഠികളാണ് ആദ്യം ഓടിയെത്തിയത്. തുടർന്ന് അധ്യാപകരെ വിവരമറിയിച്ചു. ചോര വാർന്ന നിലത്ത് കിടന്ന വിതിനെ ആദ്യം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ 7 ദിവസമായി മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ക്ഷതമാണ് മരണകാരണം. കുന്നിക്കോട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. NSCയുടെ ആഭിമുഖ്യത്തിൽ 24-ന് കർഷക സംഗമവും മതനിരപേക്ഷ സായാഹ്നവും സംഘടിപ്പിക്കും. ചടങ്ങ് വനം വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യും. വർഗീയതയോട് കാട്ടുന്ന മൃദു സമീപനം കോൺഗ്രസിനെ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് നാഷണൽ സെക്യുലർ കോൺഫറൻസ് ഓർഗനൈസിംഗ് സെക്രട്ടറി MM ജലീൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി അടുപ്പം പുലർത്തുന്ന നേതാവാണ്. RSS ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമാണെന്ന കോൺഗ്രസ് നേതാവ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ അഭിപ്രായം ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ വ്യക്തമായ ഉദാഹരണമാണെന്നും അദ്ദേഹം ആരോപിച്ചു. NSCയുടെ ആഭിമുഖ്യത്തിൽ 24-ന് രാവിലെ 10-ന് പുനലൂരിൽ കർഷക സംഗമവും മതനിരപേക്ഷ സായാഹ്നവും സംഘടിപ്പിക്കുമെന്നും MM ജലീൽ അറിയിച്ചു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിനും സഹവർത്തത്തിനും അധിഷ്ഠിതമായി ഒരു സംസ്കാരം കെട്ടിപ്പടുത്ത നാടാണ് കേരളം. വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങൾ കത്തിക്കാണിയപ്പോഴും കേരളത്തിൽ പരസ്പരം സമാധാനത്തിനും സമന്വയത്തിനും നടന്നു നീങ്ങിയ ഒരു ജനതയാണുള്ളത്. എന്നാട്ടിലെ പുണ്യമായ ഗ്രാമങ്ങളിൽ വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി, വർഗീയ ചേരിതിരിവിനായി, ജാതീയ ചേരിതിരിവിനായി നൂറ്റാണ്ടുകളുടെ കഴിഞ്ഞ പരിശ്രമത്താൽ മലയാളി പിഴുതെറിഞ്ഞ മാടമ്പി സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയൊരു ശ്രമം നടക്കുന്നുണ്ട്. ഇതിനെതിരായിട്ട് കേരളത്തിലെ മിക്ക ഗ്രാമങ്ങളിലും നാഷണൽ സെക്യുലർ കോൺഫറൻസിന്റെ ആഭിമുഖ്യത്തിൽ ക്യാമ്പയിൻ നടത്തപ്പെടുകയാണ്. പുനലൂരിൽ നാളെ രാവിലെ 10 മണിക്ക് കർഷക സംഗമം നടക്കുകയാണ്. ആദരണീയനായ കേരളത്തിന്റെ വനം, പരിസ്ഥിതി, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജു
രാവിലെ നടക്കുന്ന കർഷക സംഗമം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 3 മണിക്ക് ട്രാൻസ്പോർട്ട് ഓഫീസ് പരിസരത്ത് നടക്കുന്ന മതനിരപേക്ഷ ജനകീയ സായാഹ്നം NSCയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PTA റഹീം MLA ഉദ്ഘാടനം ചെയ്യും. ശ്രീ കാരാട്ട് റസാഖ് അടക്കമുള്ള PS സുബാൻ XMLA അടക്കമുള്ള ശ്രീ S ജയമോഹൻ, ശ്രീ MA രാജഗോപാൽ, ജോർജ് മാത്യു, S ബിജു അടക്കമുള്ള പ്രമുഖ ഇടതു മതേതര നേതാക്കൾ അതിൽ സംബന്ധിക്കും. ചടങ്ങ് വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് PTA റഹീം MLA, കാരാട്ട് റസാഖ് MLA തുടങ്ങിയ നേതാക്കൾ ചടങ്ങുകളിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ NSC നേതാക്കളായ സലീം പുനലൂർ, ഭാർഗവൻ നാടാർ, സജീർ കല്ലമ്പലം, ബാബു ചെമ്പകശ്ശേരി, ഷിഹാസ് ഇല്യാസ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 2013-2014 മരവിപ്പിച്ച വീട്ടുകരം മുൻകാല പ്രാബല്യത്തോടെ പെർവന്തൂർ പഞ്ചായത്തിൽ പിരിച്ചെടുക്കുന്നതായി ആരോപിച്ച് BJP പെർവന്തൂർ പഞ്ചായത്ത് സമിതി രംഗത്ത്. പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് BJP നേതാക്കൾ പ്രതിഷേധിച്ചത്. പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി ബന്ധപ്പെട്ടവർ അവസാനിപ്പിക്കണം. പ്രത്യേക ക്ലാസിഫിക്കേഷൻ നടത്തി മിതമായ നിരക്കിൽ വീട്ടുകരം പിരിച്ചെടുക്കണം. നിലവിൽ സ്ക്വയർ ഫീറ്റിന് 6 രൂപ നിരക്കിലാണ് കരം ഈടാക്കുന്നതെന്നും പിറവന്തൂർ പഞ്ചായത്ത് സമിതി നേതാക്കൾ ആരോപിച്ചു. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇപ്പോൾ പഞ്ചായത്തിന്റെ പ്രതിപക്ഷം എന്ന് പറയുന്ന പിറവന്തൂർ പഞ്ചായത്ത് പ്രതിപക്ഷം എന്ന് പറയുന്ന UDF ഇവർ രണ്ടുപേരും ചേട്ടനും അനിയനും ഒന്നിച്ചു നിന്നുകൊണ്ട് പിറവന്തൂർ പഞ്ചായത്തിലെ ഗ്രാമ നിവാസികളെ വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ്. കാരണം അന്നത്തെ കഷ്ടപ്പാടിന് വേണ്ടി അന്നത്തിന് നേടുന്ന പാവപ്പെട്ട കുടുംബങ്ങളുടെ നിന്നും ഈ കെട്ടിട നികുതി എന്ന് പറയുന്ന അനധികൃതമായിട്ടുള്ള എമൗണ്ട് പിടിച്ചു വാങ്ങുന്നത് വളരെ കഷ്ടമാണ്. അന്നന്ന് ജോലി ചെയ്താൽ അന്നന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾ, ഈ പാവപ്പെട്ട കുടുംബങ്ങളെ ഈ ഇതേ മുൻഗണനകൾ കൂടി നിന്നുകൊണ്ട് ഈ പിടിച്ചു പറിക്കുന്ന സമ്പ്രദായം ശരിയല്ല. ഇത് പഞ്ചായത്തുമായി ഞാനും എന്റെ സെക്രട്ടറി പ്രസിഡന്റും ഞങ്ങളുടെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരും ഉൾപ്പെടെ ഇന്ന് ഞങ്ങൾ പഞ്ചായത്ത് കയറിയിരുന്നു. ആ പഞ്ചായത്തിൽ കയറിയിരുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റിനോടും അദ്ദേഹത്തിനോടൊക്കെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനും ഇതേപ്പറ്റി വ്യക്തമായ മറുപടി തരാൻ കഴിയും. ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. BJP നേതാക്കളായ എലിക്കാട്ടൂർ രാജേന്ദ്രകുമാർ, കറവൂർ കണ്ണൻ, വിശ്വനാഥൻ ആചാരി, ഹരി, പ്രകാശ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിലെ അനധികൃത വാഹന പാർക്കിംഗ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി. അനധികൃത വാഹന പാർക്കിംഗിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പുനലൂർ സാംസ്കാരിക സമിതി രംഗത്ത് വന്നിട്ടുണ്ട്. പുനലൂർ KSRTC ഡിപ്പോയ്ക്കുള്ളിലെ അനധികൃത വാഹന പാർക്കിംഗാണ് യാത്രികർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന ഭാഗങ്ങളിൽ പോലും ഇരുചക്ര വാഹനങ്ങളും കാറുകളും പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് വാഹനം കയറാനെത്തുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ബസ് സ്റ്റാൻഡിനുള്ളിലെ അനധികൃത വാഹന പാർക്കിംഗിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പുനലൂർ സാംസ്കാരിക സമിതി രംഗത്ത് വന്നു. ആളുകൾ ബസ് കാത്തു നിൽക്കുന്നിടത്ത് നിന്നും പാർക്കിംഗ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സാംസ്കാരിക സമിതി സെക്രട്ടറി AK നസീർ KSRTC അധികൃതർക്ക് പരാതി നൽകി. മാസങ്ങളായി അനധികൃതമായ പാർക്കിംഗ് നടന്നു വരികയാണ്. ഇത് പല പ്രാവശ്യം നമ്മൾ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടും തീരുമാനമൊന്നും എടുക്കാത്തതിന്റെ പേരിലാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും കൂടാതെ ഇന്ന് ATOയ്ക്കും നമ്മൾ പരാതി നൽകിയത്. ഇവിടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ പല ഭാഗങ്ങളിലായി യാത്ര ചെയ്യുന്നതിന് വേണ്ടി നിൽക്കുന്നത് പൊടി പിടിച്ച് എരിപൊരിയുന്ന വെയിലത്താണ്. എന്നാൽ അതിന് അനുയോജ്യമായ രീതിയിൽ പുനലൂർ നഗരസഭയിൽ അതിന് വേണ്ടപ്പെട്ടവരും ഇവിടെ ഈ ബിൽഡിംഗ് കെട്ടിയിട്ടിട്ടുണ്ടെങ്കിലും അതിന് അനുയോജ്യമായ രീതിയിൽ ഇത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതിവിടുത്തെ ഉദ്യോഗസ്ഥരുടെ നോട്ടക്കുറവും അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഒരു നിയന്ത്രണവുമില്ലാതെ ആയിരക്കണക്കിന് ബൈക്കുകളും അതുകണക്കിന് കാറുകളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതിനാൽ അതായത് യാത്രക്കാർക്ക് ഇരിക്കേണ്ട സ്ഥലങ്ങളിൽ കയറി ഇരിക്കാൻ കഴിയാത്ത രീതിയിലാണ് ഇവിടെ ബൈക്കുകൾ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. KSRTCയിലെ ജീവനക്കാർക്ക് പുറമെ മറ്റാവശ്യങ്ങൾക്ക് എത്തുന്നവരും വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ജീവനക്കാരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് സ്ഥലപരിമിതി ഒരു പ്രശ്നമാണെന്ന് KSRTC അധികൃതരും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗിനെതിരെ ഡിവൈഎഫ്ഐയും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ വെള്ളിയാഴ്ച ATOയെ ഉപരോധിക്കുകയും ചെയ്തു. ബസ് സ്റ്റാൻഡിനുള്ളിലെ അനധികൃത വാഹന പാർക്കിംഗിനെതിരെ ഡിവൈഎഫ്ഐയും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. യാത്രക്കാരുടെ അമ്യൂണിറ്റി സെന്റർ പ്രവർത്തനരഹിതമാണെന്നും ജീവനക്കാരുടെ വാഹനങ്ങൾ അമ്യൂണിറ്റി സെന്ററിൽ പാർക്ക് ചെയ്യുന്നത് മൂലം യാത്രക്കാർ ദുരിതത്തിലാണെന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരോപിച്ചു. അമ്യൂണിറ്റി സെന്ററിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വെള്ളിയാഴ്ച ATOയെ ഉപരോധിച്ചു. ഉപരോധത്തെ തുടർന്ന് അമ്യൂണിറ്റി സെന്റർ യാത്രക്കാർക്ക് ഉപയോഗകരമാം വിധം പ്രവർത്തന സജ്ജമാക്കുമെന്നും വാഹനങ്ങളുടെ പാർക്കിംഗ് നിരോധിക്കുമെന്നും ATO ഉറപ്പു നൽകി. ഡിവൈഎഫ്ഐ നേതാക്കളായ ചരൺ ശശി, പ്രേം സിംഗ്, ശ്യാം എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും
വിശ്രമിക്കുവാനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള ബിൽഡിംഗാണ്. നിലവിൽ ഇത് KSRTCയിലെ ഒരു പറ്റം ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ജീവനക്കാരടക്കം യാത്രക്കാരടക്കം വെളിയിൽ നിന്ന് പോകുന്നവരടക്കം വളരെ മോശകരമായ നിലയിലേക്കാണ് ഈ ബിൽഡിംഗ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാർക്ക് വിശ്രമമായി ഉപയോഗിക്കേണ്ട ഈ ബിൽഡിംഗ് നിലവിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരും ഈ കേന്ദ്രങ്ങളിൽ വരികയും വൈകുന്നേരങ്ങളടക്കം 4 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം സാമൂഹ്യ വിരുദ്ധന്മാരുടെ വലിയൊരു കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഈ അടിസ്ഥാനത്തിലാണ് DYFI ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റവും വിരോധിച്ചുകൊണ്ട് ഏറ്റവുമായിട്ട് ചർച്ച നടത്തി വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇത് മാറ്റുന്നതിനുള്ള ഇടപെടൽ ATOയുടെ ഭാഗത്തുനിന്നും KSRTCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതാണ്. വരുന്ന ദിവസം മുതൽ തന്നെ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും എല്ലാം ഇത് യഥേഷ്ടം ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഇടപെടൽ ATOയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ഇതിന് വിപരീതമായിട്ടാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ ATO അടക്കം ചെയ്യുന്നതെങ്കിൽ വളരെ ശക്തമായ നിലയിൽ DYFI ബ്ലോക്ക് കമ്മിറ്റി ഇടപെടുകയും വലിയ നിലയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് അറിയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ മൂർത്തിക്കാവ് ക്ഷേത്രത്തിന് സമീപം കല്ലടയാറ്റിൽ നിന്ന് പെരുമ്പാമ്പിനെ നാട്ടുകാർ പിടികൂടി. പിടിയിലായ പെരുമ്പാമ്പിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന വലയിൽ കുരുങ്ങിയ നിലയിലായിരുന്നു പെരുമ്പാമ്പ്. ഏകദേശം 10 അടിയോളം നീളമുള്ള പെരുമ്പാമ്പിനെ നാട്ടുകാർ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ചാക്കിനുള്ളിൽ കയറ്റിയത്. തുടർന്ന് പെരുമ്പാമ്പിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകര, പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകല, പുനലൂർ. ഫോൺ 9388709485. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. 5 വർഷമോ അതിൽ കൂടുതലോ ഉള്ള വാഹന നികുതി കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ അടച്ചു തീർക്കുവാൻ അവസരം. 2017 മാർച്ച് 31-നകം കുടിശ്ശിക അടച്ചു തീർക്കുവാനാണ് മോട്ടോർ വാഹന വകുപ്പ് അവസരമൊരുക്കിയിരിക്കുന്നത്. 5 വർഷമോ അതിൽ കൂടുതലോ കാലയളവിലേക്ക് വാഹന നികുതി കുടിശ്ശിക ഉള്ളവർക്കാണ് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ കുടിശ്ശിക അടയ്ക്കാൻ
മോട്ടോർ വാഹന വകുപ്പ് അവസരമൊരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടത്തിയ പദ്ധതി വൻ വിജയമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷവും പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. 5 വർഷമോ അതിൽ കൂടുതലോ നികുതി കുടിശ്ശികയുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി വഴി നികുതി കുടിശ്ശിക അടയ്ക്കാൻ അവസരമുള്ളൂ. ഇവയിൽ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 5 വർഷത്തിൽ കൂടുതൽ എത്ര കുടിശ്ശികയുണ്ടെങ്കിലും അവസാന 5 വർഷത്തെ നികുതിയും അഡീഷണൽ ടാക്സും പലിശയും ഉൾപ്പെടെ അടച്ചു തീർക്കാൻ കഴിയും. ആകെത്തുകയുടെ 20% മാത്രമേ നികുതിയായി ഈടാക്കുകയുള്ളൂ. നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഇത് 30% എന്നാൽ വാഹനം രജിസ്റ്റർ ചെയ്ത ശേഷം നികുതി ഒന്നും അടച്ചിട്ടില്ലെങ്കിൽ ഈ സൗജന്യം അനുവദിക്കുകയില്ല. മോട്ടോർ വാഹന വകുപ്പിന് കോടിക്കണക്കിന് രൂപ നികുതി ഇനത്തിൽ കിട്ടാനുള്ളത് പിരിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ RT ഓഫീസുകളിൽ ലഭ്യമായി. കേരള സർക്കാരിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം മോട്ടോർ വാഹന വകുപ്പിൽ 1/7/2010 ശേഷമുള്ള കാലയളവിൽ നികുതി അടച്ചിട്ടില്ല എങ്കിൽ അത്തരം വാഹനങ്ങൾക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് 30% ട്രാൻസ്പോർട്ട് വർക്കുകൾക്കും 20% നോൺ ട്രാൻസ്പോർട്ട് വർക്കുകൾക്കും നികുതി സ്വീകരിച്ചുകൊണ്ട് തീർപ്പ് കൽപ്പിക്കുന്നത്. ഈ പദ്ധതിയുടെ കാലാവധി 31/3/2017 അവസാനിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. BJP കരവാളൂർ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് അക്രമ വിരുദ്ധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ബിനുമോൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വിശദീകരണ യോഗം യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ബിനുമോൻ ഉദ്ഘാടനം ചെയ്തു. അക്രമ രാഷ്ട്രീയമല്ല ഈ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് CPM കേരളത്തിലെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 70കളുടെ കാലഘട്ടം മുതൽ കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തെ ഇവിടെ അക്രമ രാഷ്ട്രീയത്തിലൂടെ നേരിട്ടുകൊണ്ട് ദേശീയതയിൽ അധിഷ്ഠിതമായി ഒരു ജനസമൂഹത്തോട് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെ അവരുടെ ജീവൻ നിഷേധിക്കപ്പെടുന്ന, അവരുടെ ജീവിതം അവസാനിപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ചയിലേക്ക് കേരളത്തെ എടുത്തെറിഞ്ഞത് ഈ കേരളത്തിന്റെ ഇന്നത്തെ സാധാരണ മനുഷ്യനായിട്ടല്ല അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അത്ഭുതകരമായിട്ടുള്ളൊരു മനുഷ്യജീവി, മുച്ചങ്കൻ, ഇരട്ടച്ചങ്കൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിളിപ്പേരുകള്. അങ്ങനെയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഈ കൊലപാതക രാഷ്ട്രീയത്തിന് ഒരു അന്ത്യം കാണാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഇവിടെ അവസാനവട്ടമായി ഇവിടെ സംഘടിക്കുകയാണ്. പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അനി ചേലക്കാടിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സജി കരവാളൂർ സ്വാഗതം പറഞ്ഞു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വയക്കൽ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJPയിലെത്തിയ 75ഓളം പ്രവർത്തകർക്ക് ചടങ്ങിൽ മെമ്പർഷിപ്പ് നൽകി. M. ബാബു, സുജിത് ഭവൻ വെഞ്ചേമ്പ്, R. രാജേഷ് രാജീവ് ഭവൻ വെഞ്ചേമ്പ്, B. ശൈലജ രാജീവ് ഭവൻ വെഞ്ചേമ്പ്, അരവിന്ദാക്ഷൻ പിള്ള, അജയകുമാർ സ്വസ്തി വെഞ്ചേമ്പ്, അപ്പു കാഞ്ഞിരമളവീട് വെഞ്ചേമ്പ്. BJP നേതാക്കളായ P. ബാനർജി, B. പ്രകാശ് കുമാർ, സരസ്വതിയമ്മ, മാത്ര അർജുനൻ പിള്ള, സുമയമ്മ, KK നായർ, K. ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിനു മുന്നോടിയായി പുളിമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം കരവാളൂർ മാർക്കറ്റ് ജംഗ്ഷൻ വഴി സമ്മേളന വേദിയിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നഗരസഭാ സെക്രട്ടറിയെ പ്രതിപക്ഷം ഉപരോധിച്ചു. പദ്ധതിയുടെ പേരിൽ പുനലൂർ നഗരസഭ തുക ദുർവിനിയോഗം ചെയ്യുന്നതായി ആരോപിച്ചായിരുന്നു സമരം. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുകൂടി കടന്നുപോകുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ നഗരസഭ പ്രോജക്റ്റ് വെച്ച് പണം മുടക്കി നഗരസഭയുടെ ഫണ്ട് ദുരുപയോഗം ചെയ്തെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് നഗരസഭാ കൌൺസിലർമാർ സെക്രട്ടറിയെ ഉപരോധിച്ചത്. ഈ വിഷയം കൌൺസിലിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും പ്രതിപക്ഷ കൌൺസിലർമാർ ആരോപിച്ചു. ഗുരുതര ക്രമക്കേടിനെ പറ്റി അടിയന്തരമായി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ഒരു പ്രൊജക്ട് കോളേജ് വാർഡിൽ സ്റ്റേഡിയം മുതൽ മുറിഞ്ഞ കലങ്ക് വരെ 11 kV ലൈൻ മാറ്റി സ്ഥാപിക്കുന്ന ഒരു പ്രൊജക്ട് ഇട്ടിരിക്കുന്നു. അപ്പോൾ 100 കണക്കിന് പ്രൊജക്ട് ഉള്ളപ്പോൾ ഇത് കോളേജ് വാർഡിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കൌൺസിലർമാരൊക്കെ ധരിക്കുന്നത് കോളേജ് വാർഡിൽ ഏതോ ലൈൻ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ചിതങ്ങി നോക്കുന്ന സ്വഭാവം സാധാരണ ഉണ്ടാവാറില്ല. പക്ഷേ അതിന്റെ എക്സിക്യൂഷൻ സ്റ്റേജ് വന്നപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ നമ്മുടെ ചെമ്മന്തൂർ സ്റ്റേഡിയത്തിനോട് ചേർന്ന് സ്റ്റേഡിയത്തിന്റെ തെക്ക് ഭാഗത്ത്
2 പോസ്റ്റുകളിൽ 11 kV ലൈൻ വന്ന് കയറുന്നുണ്ട്. അത് അവിടെ നിന്ന് മാറി സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ കൂടെ കടന്ന് അങ്ങ് പഞ്ചായത്തിലേക്ക്, വിളക്കുടി പഞ്ചായത്തിലേക്കാണ് ആ ലൈൻ പോകുന്നത്. ഇവിടെ നടന്നത് 27 പോസ്റ്റ് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ കൂടി, വയലിൽ കൂടി കടന്നു പോകുന്ന 27 11 kV ലൈൻ പോസ്റ്റുകൾ മാറ്റി നമ്മുടെ നഗരസഭയിലെ റോഡിന്റെ ഓരത്തൂടാക്കി. അവിടെ നിലവിൽ ഡൊമസ്റ്റിക് കണക്ഷനുള്ള പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകൾ മാറ്റി ഈ 11 kV ലൈൻ പോസ്റ്റുകൾ അവിടെ സ്ഥാപിക്കുന്നു. ഈ ലൈൻ എങ്ങോട്ട് പോകുന്നു? പഞ്ചായത്തിലേക്ക് വന്നു. പഞ്ചായത്തിലേക്ക് ലൈൻ കൊണ്ടുപോകുന്നതിന് മുനിസിപ്പാലിറ്റിക്ക് എന്താണ് താല്പര്യം? അതാണ് ഇവിടെയുള്ള ചോദ്യം. നമുക്ക് യാതൊരു താല്പര്യമുള്ളതല്ല. 5 ലക്ഷം, ഏകദേശം 5 ലക്ഷം രൂപയുടെ വർക്കാണിത്. 5 ലക്ഷം രൂപ, നഗരസഭയുടെ 5 ലക്ഷം രൂപ പ്രൈവറ്റ് വ്യക്തികളുടെ വസ്തു സംരക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് പോസ്റ്റ് മാറ്റാൻ വേണ്ടി വിനിയോഗിച്ചിരിക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? മുനിസിപ്പൽ സ്റ്റേഡിയത്തിനോട് ചേർന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ കണ്ടതാണ്, 2 സിനിമാ തിയേറ്റർ, മിനി തിയേറ്ററുകളും നഗരസഭയുടെ വകയായിട്ടുള്ള ടൗൺ ഹാളും വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പരിസരത്തുള്ള പ്രദേശങ്ങൾക്ക് കമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. വാണിജ്യപരമായി ആ വസ്തുക്കളുടെ പ്രാധാന്യം വർദ്ധിക്കും, മൂല്യം വർദ്ധിക്കും. അപ്പോൾ ഈ പോസ്റ്റുകൾ മാറി കിട്ടിക്കഴിഞ്ഞാൽ ആ വസ്തുക്കളുടെ മൂല്യം മാറി. ഇത് ആരുടെ താല്പര്യമാണ്? ഇതിന്റെ പിന്നെ അഴിമതിയുണ്ട്. കഴിഞ്ഞ കൌൺസിലിന്റെ കാലയളവിൽ ഇത് ഇതുപോലെ വന്നപ്പോൾ അന്ന് കൌൺസിൽ ഒന്നടങ്കം എതിർത്ത് മാറ്റിവെച്ച ഒരു പദ്ധതി വീണ്ടും ഈ കൌൺസിൽ കൊണ്ടുവന്ന് നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇവിടെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഇത് നിർത്തിവെച്ചിട്ട് ഈ ഒടുക്കിയ പണം തിരിച്ചടക്കണം. ഇതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം. സമരത്തിന് പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ, കൌൺസിലർമാരായ സാബു അലക്സ്, സഞ്ജു ബുഖാരി, സുരേന്ദ്രനാഥ തിലകൻ, ജി ജയപ്രകാശ്, സാറാമ തോമസ്, വിളയിൽ സഫീർ, ജാൻസി, യമുന സുന്ദരേശൻ, കനകമ്മ, അബ്ദുൾ റഹീം, സിന്ധു ഉദയൻ, താജുന്നിസ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപരോധ സമരത്തെ തുടർന്ന് പുനലൂർ പോലീസും സ്ഥലത്തെത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കലും. ആത്മഹത്യാ ശ്രമത്തിനിടെ വീണ് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. മരിച്ചത് മഞ്ഞക്കാല IGM ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി വിതിൻ കൃഷ്ണൻ. പുനലൂർ KSRTC സ്റ്റാൻഡിലെ അനധികൃത വാഹന പാർക്കിംഗ് അപകടമുണ്ടാക്കുന്നു. പുനലൂർ സാംസ്കാരിക സമിതിയും DYFIയും പ്രതിഷേധവുമായി രംഗത്ത്. BJP കരവാളൂർ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ മാർക്സിസ്റ്റ് അക്രമവിരുദ്ധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റായ livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. 2ാം ഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555.